ഹായ് ഹലോ എല്ലാവർക്കും ഇറ്റാലിയൻ രുചികളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു തേൻമുറ സ്പെഷ്യൽ മോരുകറി കണ്ടു നോക്കാം. മോരുകറി മിക്കവരും വീടുകളിൽ തയ്യാറാക്കുന്നതാണല്ലേ. അപ്പോൾ ഇനി അതൊരു ഇരട്ടി രുചിയിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായി ഒരു ചെറുകഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. പിന്നെ ഒരു പിടി കുഞ്ഞുള്ളി, ഒരു പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില. ഇനി ഇതിനെയെല്ലാം ഒരു ഇടികല്ലിൽ വെച്ച് ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നിങ്ങളുടെ കൈവശം കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ ഇതിന് പകരം ഒരു കുഞ്ഞു കഷ്ണം സവാള ചേർത്താലും മതി. ഇനി ഇതിനെ ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്താൽ മതി, ഒരുപാട് ചതഞ്ഞു പോവണ്ട. ഇത് ഈ ഒരു പരുവത്തിലാട്ടോ ഞാൻ ചതച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 500 ml യോഗുട്ടാണ്. പൊതുവെ മോരുകറി വെക്കുമ്പം യോഗുട്ട് ചെയ്യാൻ പാടില്ല. യോഗുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ഞാനിതുപോലെയാണ് എന്നും ചെയ്യുന്നത്. അപ്പം ഇനി ഈ യോഗുട്ടിനെ നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് നോർമൽ വാട്ടർ കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൊഴുപ്പൊന്ന് കുറച്ച് എത്രത്തോളമാണ് നിങ്ങൾക്ക് ഒഴിച്ചുകറിയുടെ ആ ഒരു നീട്ടം വേണ്ടത്, ആ പരുവത്തിൽ നിങ്ങൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് വരുവായിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് കാച്ചിയെടുക്കുകയാണ്. ഇനി ചൂടായിരിക്കുന്ന ഒരു ചട്ടിയിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായതിന് ശേഷം 1 സ്പൂൺ കടുക് ചേർക്കാം. ഇപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങി. ഈ ഒരു സമയത്ത് ഉലുവയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഉലുവയൊക്കെ മൂത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിനെ ചെറുതീയിൽ തന്നെ വെച്ച് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കാം. ഇനി ഇതിന് പച്ചമണം പോകും വരെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എപ്പോഴും ഒന്ന് ചതച്ചതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോഴാട്ടോ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടുതലായിട്ട് തോന്നുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായം കൂടെ ചേർക്കാം. ഇനി ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികളുടെ എല്ലാം പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഉള്ളിയിലേക്ക് പൊടികളെല്ലാം നന്നായിട്ട് വഴന്ന് ചേർന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരുന്ന യോഗട്ടും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറുതീയിൽ ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം ഇതിലേക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ഉപ്പ് പൊടിയാണ്. ഇനി വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒരു മാക്സിമം 2 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കിയാൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ മോരുകറി റെഡി ആവുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ഞാൻ ടേസ്റ്റ് ഒന്ന് നോക്കുവാണേ. ഇപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായി നല്ല കറക്റ്റ് പരുവത്തിൽ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക, തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി.